കഥകളിയുടെയും കലാപ്രതിഭകളുടെയും മണ്ണ്, കർഷകരുടെയും കാർഷിക സമൃദ്ധിയുടെയും നാട്. മണ്ണും മരങ്ങളും മാത്രമല്ല, ജീവന്റെ ഓരോ തുടിപ്പും നമ്മോട് പറഞ്ഞതും പഠിപ്പിച്ചതുമായ കഥകൾ ഏറെയാണ്. അതിലാരും അറിയാതെ പോയത് വയറ് നിറയ്ക്കുന്നവരുടെ കഥയാണ്. കഥകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യമാണ്. എൻ്റെ പേര് ഗിരീഷ് എന്നാണ്. ഞാനൊരു കർഷകനാണ്. ഞാൻ മരിയാവരം പഞ്ചായത്തിലെ 13-ാം വാർഡ് കരിക്കുന്തോളം പ്രദേശത്താണ് താമസം. ബ്രോയിലർ കോഴി കൃഷികൾക്കൊക്കെ സീഡ് സൊസൈറ്റി ജൈവഗ്രാം പദ്ധതി വഴി പല ആനുകൂല്യങ്ങളും കൊടുക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഒരു ബ്രോയിലർ കോഴി ഫാം കൂടി എൻ്റെ കൃഷിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സൊസൈറ്റിയുടെ ജൈവഗ്രാം പദ്ധതി ഉൾപ്പെടുത്തി നമ്മുടെ കൃഷികൾക്കെല്ലാം വളങ്ങളും മരുന്നുകളുമൊക്കെ ലഭിക്കാൻ തുടങ്ങി. സബ്സിഡി നിരക്കിൽ ഈ വളങ്ങളൊക്കെ ലഭിച്ചത് മൂലം ഇപ്പോൾ കൃഷിയൊക്കെ ഏകദേശം ഒന്ന് ലാഭകരമായി തുടങ്ങിയിട്ടുണ്ട്. പ്രതിസന്ധികളെ പ്രതികൂലമായി നേരിടുന്നവർക്ക് എന്നും പ്രചോദനമാണ് ദൈവത്തിൻ്റെ സ്വന്തം വൈവിധ്യമാർന്ന നാട്. ഞാൻ അഗസ്റ്റിൻ ഗയെ മണിപ്പാറ എന്ന സ്ഥലത്ത് കുട്ടപ്പസിറ്റി എന്ന മേഖലയിൽ കൃഷി ചെയ്ത് ഏതാണ്ട് 35 വർഷമായി ഈ കൃഷി കൊണ്ട് തന്നെ ജീവിക്കുന്ന ഒരാളാണ്. ഞാനിതിൽ പൂർണ്ണ സംതൃപ്തനാണ്. ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കുകയും ആരോഗ്യമുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അതിലുപരി മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു സേവനം കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിച്ചാൽ അത് വിപണനം ചെയ്യാനും സീഡ് സൊസൈറ്റി എന്ന് പറയുന്ന പ്രസ്ഥാനം ജൈവഗ്രാമം എന്ന ഒരു കാർഷിക പദ്ധതി ഇവിടെ കൊണ്ടുവരികയും അത് കൃഷിക്കാർക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണെന്ന് നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. ശുദ്ധമായ വളം കിട്ടുന്ന ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു പദ്ധതി അത് സീഡ്സ് വഴി അല്ലെങ്കിൽ ജൈവഗ്രാമം വഴിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പൂർണ്ണതയെ സമ്പൂർണ്ണമാക്കുന്നത് കേരളത്തിലെ ഓരോ കർഷകന്റെയും വിയർപ്പിന്റെ വിലയാണ്. എൻ്റെ പേര് ജോസഫ് മൂന്നാനപ്പള്ളി, മരിയാവരം PO, ഇടുക്കി. 35 വർഷമായിട്ട് കൃഷിപ്പണി കൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. എൻ്റെ പറമ്പിൽ കാപ്പി, കൊക്കോ, കുരുമുളക്, തെങ്ങ്, ഫ്രൂട്ട്സ് ഐറ്റം 10-30 ഐറ്റം ഉണ്ട്. കാലാവസ്ഥ അനുകൂലമല്ലെങ്കിലും സീഡ് സൊസൈറ്റിയും ജൈവഗ്രാമവും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത് കൊണ്ട് ഞങ്ങൾ ഈ മേഖല വിട്ടുപോകാതെ ഞങ്ങൾക്ക് ഇതല്ലാതെ വേറൊരു മാർഗമില്ല. ഈ കൃഷി കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത്. ഒരു ജനതയുടെ മാറ്റത്തിന്റെ തുടക്കമാണ് മാറുന്ന മുഖച്ഛായയാണ്. എൻ്റെ പേര് ആലീസ് വർഗീസ്. ഞാൻ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മരിയാപുരം ഡിവിഷനിലെ മെമ്പറും ഇടുക്കി സീഡ് സൊസൈറ്റിയുടെ പ്രസിഡന്റുമാണ്. മരിയാപുരം പഞ്ചായത്തിൽ ഏതാണ്ട് 3000-ലധികം കർഷക കുടുംബങ്ങളുണ്ട്. ജൈവഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കർഷകർക്ക് നൽകുന്ന ജൈവവള വിതരണവും മറ്റ് ആനുകൂല്യങ്ങളുമൊക്കെ കർഷകർക്ക് ഏറെ പ്രയോജനകരമാണ്. NGO കോൺഫെഡറേഷനും അതുപോലെ തന്നെ പ്രൊഫഷണൽ സർവീസ് ഇന്നൊവേഷനും മുഖേന നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളിലും പങ്കാളികളാകണമെന്നും ഇത് മുഖേന ഇടുക്കി ജില്ലയിലെ ഏതാണ്ട് നല്ലൊരു ശതമാനം കർഷക കുടുംബങ്ങളിലേക്കും സാധാരണ വീട്ടമ്മമാരുടെ ഇടയിലേക്കും ഈ പദ്ധതികളുടെ സേവനം എത്തിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ജ്ഞാനമുള്ള ഒരു ജനതയെ കെട്ടിപ്പടുക്കുന്നതിനു വേണ്ടി കേരളത്തിലെ കർഷകർക്കായി ഞങ്ങൾ ഈ സംരംഭം സമർപ്പിക്കുന്നു.